ഈ 2 ആൾക്കാർ ഇവിടെ ബാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഡാൻസ് കളിച്ച് പോണ്. ഇഷ്ടംപോലെ നാരങ്ങയുണ്ട് ഇവിടെ. നമ്മളാ ഒരു ക്രിസ്മസ് ട്രീന്റെ ഇടയ്ക്കൂടെ പോണി. അവര് വന്നിട്ട് ഈ പ്ലാന്റ് എടുക്കുകയാണ്. അവര് വാങ്ങിയ ആ ഒരു ചെടി അവര് റാപ്പ് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുവരുവാണ്. അതെ 100 pounds ഇതിന് ഇവിടെ നാട്ടിലെ 800 രൂപയാണ് ഇത് 2 എണ്ണത്തിന്. ഒറിജിനലോ? ഈ ഒരു മെഷീനിലാണ് ഇവിടെ റാപ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഒരുപാട് റീത്തുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഹായ് ഹലോ, ഞാൻ ജിജോ. എല്ലാവർക്കും ട്രാവൽ റെക്കോർഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഒരു ഓഫ് കിട്ടിയ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചുമ്മാ കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. ഇവിടെ ഇപ്പം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് എന്താ പറയണേ, നമ്മുടെ ക്രിസ്മസ് ട്രീ ഫാമുകളുണ്ട്. അപ്പം ആ ഒരു ഫാം കാണാനും പിന്നെ ഇവിടെ ഡ്രാഗൺ മിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി ചുമ്മാ കാണാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങിയേക്കാണ്. അപ്പോൾ അതെ ഞാനിപ്പോൾ ഉള്ളത് പ്ലാൻസ് ഗലോർ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിൻ്റെ മുമ്പിലാണ്. ഇവിടെ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, അതിനോട് നിൽപ്പുണ്ട്. അപ്പോൾ ചേട്ടനും ചേച്ചിയും ഷിൻഡോ ചേട്ടനും മേരി ചേച്ചി ഉണ്ട് നമ്മുടെ ഒപ്പം. അവരാണെങ്കിൽ ഉള്ളിലേക്ക് കയറിപ്പോയി. ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്ലാൻ ഗലോറിയുടെ എൻട്രൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം കാണാം. കണ്ടില്ലേ, ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ മെയിനായിട്ട് ഇവിടെ ഉള്ളത് ക്രിസ്മസ് ട്രീസ് ആണ്. കണ്ടില്ലേ, 5 feet 7 feet 24 pounds 25 pounds എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതേ ഒരുപാട് വെറൈറ്റി. അതേപോലെ തന്നെ ഇതേ ലൈവ് അല്ലാത്ത പ്ലാസ്റ്റിക് പ്ലാന്റ്സും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അതിനോട് ബന്ധപ്പെടുത്തിയാണ് ഓരോ ട്രീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ചേട്ടൻ ചേച്ചി അവിടെ റീൽസോ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഉണ്ടാക്കി എടുത്തോണ്ടിരിക്കുക. അതെന്തോ നാരങ്ങയോ? ആഹാ, കൊള്ളാലോ. വാവ്, ഇതെന്തോ ഇത്? ഇഷ്ടം പോലെ നാരങ്ങയുണ്ട് ഇവിടെ. വാവ്, അടിപൊളി. എന്തോരാന്ന് നോക്കിയാൽ ചവറ് പോലെ ഉണ്ടായി കിടപ്പുണ്ട്. ഈ ഒരു കൊലയിലൊക്കെ കണ്ട ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഒരു കുഞ്ഞി പ്ലാന്റിൽ തന്നെ എനിക്ക് അടിപൊളിയല്ലേ. പിന്നെ നമുക്ക് ഇവിടെ നമുക്കത് ഈ ഒരു ചെടിയൊക്കെ കാണാം. അതൊക്കെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. കോർണസോ അങ്ങനെ എന്തോ ആണ് ഈ പ്ലാന്റിന്റെ പേര്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ക്രിസ്മസ് ട്രീസ് ലൈവായിട്ടുള്ളത്, ലൈവാണ് ഇതെല്ലാം തന്നെ. ലൈവായിട്ടുള്ള ക്രിസ്മസ് ട്രീസ് കാണാം. നിങ്ങൾ കണ്ടോ ഈ ഒരു ബ്ലൂ ടാഗ് കണ്ടോ? ഇതാണ് ഇതിൻ്റെ പ്രൈസ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ ഹൈറ്റിനനുസരിച്ച് അവർ എന്താ വില ഇടുന്നത്. അപ്പോൾ ഓരോ കളറും ഓരോ പ്ലാന്റ്സിനും അവർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിൽ നമുക്ക് ആ ബോർഡിൽ നോക്കിയാൽ നമുക്ക് കാണാമായിരുന്നു അതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം. അതേപോലെ തന്നെ ഇവിടെ എഴുതിച്ചിട്ടുണ്ട് 36 pounds. വാവ്, അടിപൊളി. എൻ്റെ മോനെ, എനിക്ക് നമ്മളാ ഒരു ക്രിസ്മസ് ട്രീൻ്റെ ഇടയ്ക്കൂടെ വേണം. ഇതെല്ലാം ഈ ബ്ലൂ ടാഗുള്ള ക്രിസ്മസ് ട്രീസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വാവ്, അടിപൊളി. ഒരുപാട് ഇതൊക്കെ ഉണ്ടായി. ഇതൊക്കെ സെയിൽ പോയതാണ്. ഈ ഒരു ബ്ലാങ്ക് സ്പേസൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നതാണ്. അവരിതേ അപ്പോൾ അവർ വന്നിട്ട് ഈ പ്ലാന്റ് എടുക്കുകയാണ്. ഓ, കൊള്ളാം. എനിക്ക് അവർ അതേപോലെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആ റോസും പരിപാടിയൊക്കെ എന്തോ കുത്തി വെക്കുന്നുണ്ട്. ഇതവർ വാങ്ങിക്കൊണ്ട് പോവുക. കൊള്ളാം അല്ലേ? സെറ്റ്. ഡാൻസ് കളിച്ച് പോണ്. ഹാപ്പി ക്രിസ്മസ്. ഇതേ കണ്ട, ഇതേപോലെ ഇപ്പം നമുക്ക് സെലക്ട് ഇപ്പം ഫാമിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നത് ഇതേപോലെ കവേർഡൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഇത് കണ്ട, ഒരു നെറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് ആണ് അവർ ഫാമിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഇവിടുന്ന് ആൾക്കാർ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും അവർ ഇതേപോലെ റാപ്പ് ചെയ്താണ് കൊടുക്കുന്നതൊക്കെ. കണ്ടില്ലേ, ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ആ ഒരു റെഡ് കളർ നമുക്ക് ഈ ഒരു ട്രീസിൽ കാണാൻ പറ്റും. ഇതിന് പ്രൈസ് പറഞ്ഞത് 25 pounds ആണ്. ഇതിന് പ്രൈസ് പറഞ്ഞത് കണ്ടില്ലേ. ഇത് കുറച്ചും കൂടെ ചെറുതാണ് ഈ ക്രിസ്മസ് ട്രീസ് എല്ലാം. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്ന് ട്രീസൊക്കെ വാങ്ങുന്നുണ്ട്. ഇവിടെ നമുക്ക് മോർ ഗാർഡൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇതെനിക്ക് തോന്നുന്നു ഔട്ട്ഡോർ ആണെന്ന് തോന്നുന്നു. ഔട്ട്ഡോർ പ്ലാന്റ്സും എനിക്കറിയില്ല കേട്ടോ, കറക്റ്റ് അറിയില്ല. ഇവിടെ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് ഇവിടെ പുറത്ത് നമുക്ക് കാണാം. ഇതെല്ലാം ഉണങ്ങിപ്പോയല്ലോ. എനിക്കൊന്ന് ഇതൊക്കെ ലൈവ്, ഇതൊക്കെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഇലകളെല്ലാം പോയതാണ്. പക്ഷേ ഇതെല്ലാം സമ്മർ ആകുമ്പം കിളിക്കുന്നതായിരിക്കും മേ ബി, എനിക്കറിയില്ല. ഇവിടെ നമുക്ക് ഒരുപാട് പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം കാണാം. അടിപൊളി. ഇത് ഈ ഒരു ട്രീ കണ്ടോ, അടിപൊളി. നോക്കിയേ, നല്ല രസമായിട്ടുണ്ടല്ലോ. ഇത് പറഞ്ഞാൽ നല്ല ഹാർഡാണ് ഇതിൻ്റെ ബുഷസൊക്കെ. അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് എത്രയാണ് പറഞ്ഞത്? 140 pounds. ഇവിടെ 14,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് പറഞ്ഞത്. ഇവിടെ നമ്മൾ വരുമ്പോഴേ ഇവിടെ നമുക്ക് ഒരുപാട് ഒലിവ് മരങ്ങൾ കാണാൻ പറ്റും. കണ്ടില്ലേ, ഇത്രത്തോളം വലുതാവുന്നതാണ് ഈ ഒരു ഒലിവ് മരമൊക്കെ. ഈ ഒരു ഫോട്ടോയിൽ കണ്ട ഇവിടെ ഒരുപാട് കുരുക്കളും നമുക്ക് കാണാൻ പറ്റും ഒലിവിൻ്റെ. നോക്കി 100 pounds ആണ് ഇതിനെല്ലാം പ്രൈസ് പറഞ്ഞത്. അപ്പം അവർ വാങ്ങിയ ആ ഒരു ചെടി അവർ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുവാണ്. അതെ ഈ ഒരു മെഷീനിലാണ് ഇവിടെ റാപ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ ഒരു നെറ്റ്, ഇതിന് മൊത്തം നമുക്ക് ആ ഒരു നെറ്റ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു നെറ്റിൽ അതെ ഇപ്പോൾ ആ പുള്ളി ചെയ്യുന്നത് ഞാൻ കാണിച്ചത്. കണ്ടില്ലേ, ഇങ്ങനെയാണ് അവർ ക്രിസ്മസ് ട്രീ അവർ ഈ റാപ്പ് ചെയ്യുന്നത്.
ഇതിന് കട്ട് ചെയ്ത് കളയും. ഈ ഒരു ഏരിയയൊക്കെ ഇവിടെ ക്രിസ്മസ് ട്രീസ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇതെല്ലാം സെയിലായി പോയി, ഇപ്പം എല്ലാം ബ്ലാങ്ക് ചെയ്യുന്നത്. എനിക്ക് എന്തോരം കച്ചവടമല്ല ഈ ഒരു ക്രിസ്മസ് ട്രീ മാത്രം സെയിൽ ഇവിടെ നടക്കുന്നത്. അത് ഈ ഒരു ടൈമിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരുപാട് ഫാമുകളുണ്ട് ഇതേപോലെ ക്രിസ്മസ് ട്രീസ് ഗ്രോ ചെയ്യിക്കുന്നത് ഈ ഒരു ക്രിസ്മസിന് വേണ്ടി മാത്രം. ഇത് കണ്ട ഇതേപോലെ കസ്റ്റമർ നോട്ടീസൊക്കെ കാണാം. ഈ 2 ആൾക്കാർ ഇവിടെ ബാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. കാരണം ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാരണം. ഇവിടെ നമുക്ക് ഒരുപാട് തരം എന്ത് കണ്ടില്ല ഇതേപോലെ പ്ലാന്റ്സുകൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാം ഇവിടുത്തെ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ UK വളരുന്ന തരം പ്ലാന്റ്സുകളാണ് നമുക്കെല്ലാം കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ കണ്ടോന്നും ഞാൻ ഇതുവരെ ഒന്നും കണ്ടില്ല, ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരുപാട് വെറൈറ്റീസ്, ഒരുപാട് തരം ഫ്രൂട്ട്സിൻ്റെയും അല്ലാണ്ട് പ്ലാന്റ്സും ഫ്ലവേഴ്സിൻ്റെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് പോട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. എനിക്ക് ഇതിൻ്റെയൊക്കെ പ്രൈസ് 45 പൗണ്ട്സൊക്കെ ഇതിന്. അതേപോലെ തന്നെ ഇതിനെത്ര പൗണ്ട്സാണ്? 100 പൗണ്ട്സ് ഇതിനാണ്. എൻ്റെ മാതാവേ, 100 പൗണ്ട്സാണ് ആ ഒരു ചട്ടിക്ക്. ഇത് എവർഗ്രീൻ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാന്റ്, 22 പൗണ്ട്സ്. നമ്മുടെ നാട്ടിലെ 2200 രൂപ. പിന്നെ ഇവിടെ നമുക്ക് ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റും. ഒരുപാട് ബോൾസും അല്ലെങ്കിൽ ആ ഒരു തോരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാമല്ലേ? ഇത് ബൈ 2 for 8 പൗണ്ട്സ്. നമ്മുടെ നാട്ടിലെ 800 രൂപയാണ് ഇത് 2 എണ്ണത്തിന്. സാധനമൊക്കെ കണ്ടില്ലേ? ഇതിനൊക്കെ 4 പൗണ്ട്സ് ഒക്കെയാണ് ഇതിന്. നാട്ടിലെ 400 രൂപയാണ് ഈ ഒരു സംഭവത്തിന് ഒരെണ്ണത്തിന്. ഇതേ പോയി. അതേപോലെ തന്നെ നമുക്ക് കുഞ്ഞി പാക്കറ്റ്സും ഉണ്ട് ഇവിടെ. ഇവിടെ 2 for 5 പൗണ്ട്സ് ഈ ഒരു കുഞ്ഞു ബോളിന്. എല്ലാം ഒരു ക്രിസ്മസിൻ്റെ തീമിൽ തന്നെ ആ ഒരു പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. ഇത് കൊള്ളാം അല്ലേ? 550 പൗണ്ട്സ്, 5.50 പൗണ്ട്സ് ഈ ഒരു ഡെക്കറേഷൻ ഐറ്റംസിനൊക്കെ. പിന്നെ ഇവിടെ വേറെ ഇതെന്താ സംഭവം? ഇത് കണ്ടിട്ടില്ലല്ലോ. ഇതെന്താ സംഭവം? എനിക്ക് തോന്നുന്നു ഇത് ക്രിസ്മസ് ട്രീൻ്റെ പൊക്കത്ത് വെക്കുന്ന, ഏറ്റവും ടോപ്പിൽ വെക്കുന്ന ഒരു സാധനം ഇല്ലേ, ആ സാധനം ഇത്. അതിന് 3.50. നമ്മുടെ നാട്ടിലൊരു 350 രൂപ. അത് പല കളറുണ്ട്. റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഗോൾഡൻ ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അതേപോലെ തന്നെ ഏഞ്ചലും ഉണ്ട്. നമ്മുടെ ട്രീയുടെ പൊക്കത്ത് വെക്കുന്ന ടൈപ്പുള്ള ഏഞ്ചലാണിത്. ഇതിനും 15.50 നമ്മുടെ 1500 രൂപയാണ് ഇത് ഒരെണ്ണത്തിന്. നമുക്ക് ഏതൊരു ക്രിസ്മസിൽ വീട്ടിൽ ചെന്നാലും നമുക്ക് ഡോറിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഒരു റീത്ത് പോലെ സംഭവം കാണാൻ പറ്റും. ഒരുപാട് റീത്തുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് കണ്ട സ്നോയുടെ രീതിയിലുള്ള റീത്ത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇവിടെ ലൈറ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡെക്കറേറ്റ് ചെയ്ത് തരുമെന്നാണ് തോന്നുന്നത്. മറ്റേ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. ഇതിനൊക്കെ പ്രൈസ് പറഞ്ഞത് 50 പൗണ്ട്സ്. നമ്മുടെ 5000 രൂപ വലിയ റീത്തിന് വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മുടെ മറ്റേ ഗാർഡനിൽ വെക്കുന്ന തരം ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് കൊണ്ടുപോയി നേരെ ഗാർഡനിൽ വെച്ചാൽ മതി, ഗാർഡനിലൊക്കെ ഉള്ളവർക്ക്. ഞാൻ കെയർ ഹോമിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ഇങ്ങനെ കാണാൻ പറ്റും. അവരുടെ ഗാർഡനിലൊക്കെ നമുക്ക് ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതേപോലുള്ള ഒരുപാട് ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. അല്ല, ഒരുപാട് പേര് ഇതേപോലെ ക്രിസ്മസ് ട്രീസും കാര്യങ്ങളെല്ലാം വാങ്ങി പോകുന്നുണ്ട്. ഈ ഒരു ട്രോളിയിലാണ് അവരെല്ലാം മേടിച്ചുകൊണ്ട് പോകുന്നത്. എല്ലാവരും നമ്മുടെ നാട്ടിലെ പോലെ പ്ലാസ്റ്റിക് അല്ല വാങ്ങുന്നത്. എല്ലാവരും ഈ ലൈവ് പ്ലാന്റ്സ് ആണ് കൂടുതലും ഇവർ പ്രിഫർ ചെയ്യുന്നത്. എല്ലാം വാങ്ങിയാട്ടോ? എല്ലാം വാങ്ങിയാ? കട മൊത്തം വാങ്ങിയ? ചേട്ടനൊക്കെ നാട്ടില് മറ്റേ പ്ലാന്റേഷൻ അല്ലേ അപ്പ ചെയ്യുന്നത്? അതല്ലേ ഗാർഡനിങ്ങിന്റെ പരിപാടിയല്ലേ? അതുകൊണ്ട് നമുക്ക് വീട്ടിൽ ഇതെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ക്രിസ്മസ് ട്രീ ഇല്ല നമ്മുടെ നാട്ടില്. ഒറിജിനലോ? പ്ലാസ്റ്റിക് അല്ല, ഒറിജിനല്. ഇതേപോലത്തെ ക്രിസ്മസ് ട്രീ നമ്മുടെ വീട്ടിലുണ്ട്. പക്ഷേ അതല്ല കേട്ടോ, നമുക്ക് വിൽക്കാനായിട്ട് ഇതേപോലെ നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ലല്ലോ. ഇതിപ്പം ഈ ഒരു ടൈപ്പ് അല്ലാതെ വേറെ ടൈപ്പ് ക്രിസ്മസ് ട്രീ ഇതുപോലത്തെ കിട്ടത്തില്ലല്ലോ. അതുണ്ട്, പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സെയിൽ ഇല്ലല്ലോ നമുക്ക്. ട്രീയിലെ സെയിലില്ല. അത് ഇവിടെ മാത്രമല്ലേ കാണാൻ പറ്റത്തുള്ളൂ. വീട്ടിൽ വെക്കാൻ പാകത്തിന് ഷേപ്പിൽ അത് നമുക്കുണ്ട്. ശരിയാ, അത് വീട്ടിലും ഉണ്ട്. പക്ഷെ ഈ ഒരു ടൈപ്പ് ഇല്ല. മരം വെച്ചിട്ട് അതെ, അല്ല മരം വെച്ചിട്ട് ക്രിസ്മസിന് വേണ്ടി വെട്ടി ക്രിസ്മസ് ട്രീ ആക്കുന്ന പരിപാടി ഇല്ല. അതെ. അങ്ങനെ നമ്മൾ ഈ ഒരു നഴ്സറിയിലെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഒരുപാട് തരം പ്ലാന്റ്സും ഫ്രൂട്ട്സും അങ്ങനെ ഒരുപാട് ട്രീസ് ഒക്കെ ഉണ്ടായിരുന്നു. രസമായിരുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് ട്രാഗോ മിൽസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാണ്. അവിടെയും നമുക്ക് അത്യാവശ്യം കാണാനുണ്ട്. എന്തായാലും പോകുന്ന വഴി ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ചേട്ടാ പോവല്ലേ നമുക്കിനി? നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ചേച്ചി പോവാം? അനു പോവാം? സെറ്റല്ലേ? അപ്പൊ അടുത്ത സ്ഥലത്തേക്ക്. അനുവിനാണെങ്കിൽ നല്ല പല്ലുവേദനയായിട്ട് ഇത് കണ്ട നാട്ടിക്ക് ഇവിടെ വീർത്തിരിക്കുക. വണ്ണം വെച്ച് ഒന്ന് തൊടുത്തിട്ടുണ്ട്. അതെ, ഫുഡ് കഴിക്കാതെ തന്നെ തൊടുത്തിട്ടുണ്ട്. അപ്പം അനുവിന് നല്ല പല്ലുവേദനയാണ്, അതാണ് അനുവൊന്നും മിണ്ടാത്തത്. അപ്പൊ എന്തായാലും നമുക്ക് പോവാം.
അപ്പം ബൈ. ഈ ഒരു വീഡിയോ ഇവിടം കൊണ്ട് നിർത്തുവാണ്. ക്രിസ്മസും ഡ്യൂട്ടിയും ഗീവ് അവേ ഒക്കെ ആയിട്ട് ഫുള്ള് ഓട്ടത്തോടെ ഓട്ടമായിരുന്നു. നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് ട്രാഗോ മിൽസിലേക്കാണ്. അവിടെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനായിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് ഈ കാണുന്ന മിനി ട്രെയിൻ കാണാൻ പറ്റുന്നത്, പോളാർ എക്സ്പ്രസ്. ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ട്രെയിനും കാര്യങ്ങളൊക്കെയാണ് ഇത്. അവിടെ തന്നെ ഒരുപാട് സർപ്രൈസസും ഞങ്ങളെ കാത്തിരിപ്പുണ്ടായി. പിന്നീട് ഇവിടെ ഒരു കുഞ്ഞു സൂ ഉണ്ട്, അതേപോലെ തന്നെ ഒരു റെയിൽവേ മോഡൽ വില്ലേജും ഉണ്ട്. ഇവിടുത്തെ ആ ഒരു കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ട്രാഗോ മിൽസിന്റെയും ലണ്ടനിലെ ക്രിസ്മസിന്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.